പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. പ്രതിയുടെ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. പ്രതിയുടെ മനഃശാസ്ത്ര സർട്ടിഫിക്കറ്റും ജയിലിലെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ നടുക്കിയ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസ് പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് ഈ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചതായിരുന്നു. അതിനെതിരെയാണ് അമറുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അമറുൽ ഇസ്ലാമിന്റെ ഹർജിയിൽ പറയുന്നത് ഇതാണ്: അനുമാനങ്ങളിലൂടെയാണ് തന്നെ പ്രതിയായി പോലീസ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ അനുമാനങ്ങൾ നിയമവ്യവസ്ഥയിൽ പാടില്ല. അതുകൊണ്ട് കൂടാതെ ഇത് മാത്രമല്ല, താൻ പ്രതിയല്ലെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ തന്റെ കൈവശം ഉണ്ട് എന്നും ഹർജിയിൽ അമറുൽ ഇസ്ലാം വാദിക്കുന്നു, ഹർജിയിൽ പറയുന്നു. അതിനുശേഷം അത് കേട്ട സുപ്രീം കോടതിയാണ് ഇപ്പോൾ വധശിക്ഷയിൽ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഈ അപ്പീലിൽ വിധി പറയുന്നത് വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അമറുൽ ഇസ്ലാമിന്റെ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്. മനഃശാസ്ത്ര പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. ജയിലിൽ അയാളുടെ നടത്തിപ്പ് അതെങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ വിയ്യൂർ ജയിൽ അധികൃതരും അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതരും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകണം. ശിക്ഷ ലഘൂകരിക്കാൻ തക്കതായ കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണം എന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് BR ഗവായ് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേ താൽക്കാലികമെങ്കിലും ഒരു വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്.